എല്ലാവർക്കും ചില്ലൻ പാക്കിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ കുഞ്ഞുങ്ങളും ഞാനുമായിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഞാൻ ഈ ഒരു പറക്കണ്ട സ്റ്റേജിലേക്ക് എത്തിച്ചത് എന്നുള്ളത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ദിവസം എന്ന് പറയുന്നത് അന്ന് ആ ഒരു വീഡിയോ ഇട്ട ദിവസവും എന്നെ സംബന്ധിച്ചിട്ട് ഒരു വളരെ മോശം ദിവസം തന്നെയായിരുന്നു. അത് എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇപ്പം അവർ പറക്കാൻ തുടങ്ങിയതേ മൂത്തയാള് കയറി കയ്യിലേക്ക് ഇരുന്ന് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലായിരുന്നു അവന് പൊക്കൊക്കെ വൃത്തിയാക്കുന്നത് മുൻപൊക്കെ ഞാൻ ടിഷ്യൂ ഇട്ടിട്ട് തുടച്ചു കൊടുക്കുകയാണ്, കാരണം ഉറുമ്പ് വരാതിരിക്കാൻ. ഇപ്പം അവൻ കൊക്കൊക്കെ വൃത്തിയാക്കുന്നത് അവൻ്റെ ധാരണ ഇപ്പോഴും ഞാൻ ചെയ്യണം എന്നാണ്. അവൻ വലുതായി എന്നുള്ളത് അവൻ അറിയുന്നില്ല. കൊക്കൊക്കെ വൃത്തിയാക്കുന്നത് എൻ്റെ കയ്യിലും കാലിലും ഒക്കെ വരച്ചിട്ടാണ് വൃത്തിയാക്കുക. ഭക്ഷണം എന്ന് കൊടുക്കുന്ന സമയത്തും അങ്ങനെയാണ് ചെയ്യുക. അവൻ്റെ ഭക്ഷണം കഴിഞ്ഞ് അവൻ മേലെ കയറി കഴിഞ്ഞ് അടുത്തയാൾ അതുകൊണ്ടെന്ന് ഏറ്റവും ചെറിയ ആളാണ് കുഞ്ഞ്. ഇനി ഇവന് ഭക്ഷണമൊന്നും വേണ്ടി വരില്ല, എല്ലാം കൊടുക്കുന്നതൊക്കെ തുപ്പിക്കളയും. കാരണം അവൻ്റെ ഒരൊറ്റൊരു ഉദ്ദേശം മേലേക്ക് കയറാനാണ്. രണ്ടാൾ കയറി കഴിഞ്ഞു. ഇപ്പം മൂന്നാമത്തെ ആൾ അവന് കയറാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലായിരിക്കും ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുക. എങ്ങനെയാണ് മേലേക്ക് കയറുക എന്നുള്ളതായിരിക്കും അവൻ്റെ ഒരൊറ്റ ചിന്ത. കാരണം എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ മൂത്തയാളാണ്. അവനാണ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സ്മാർട്ട്. അപ്പം ഇവർക്ക് ആദ്യം ഞാൻ ORS കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഗൂഗിളിൽ നിന്ന് ഇവരുടെ സൗണ്ട് പുറത്തുനിന്ന് മൈനയുടെ സൗണ്ട്, ഇവരുടെ അമ്മയുടെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് വായി തുറക്കും. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഗൂഗിളിൽ ആ ഒരു സൗണ്ട് സെർച്ച് ചെയ്തിട്ട് അത് സൗണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അവരെ കേൾപ്പിക്കുന്ന സമയത്ത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞിൽ വായി തുറക്കും. അപ്പോൾ ഇത് ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു പിന്നീട് അവർ സ്വയം തുറക്കാൻ തുടങ്ങി. കാരണം ഞാൻ തന്നെയാണ് ഫുഡ് കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണോ എന്തോ വേറെ ഓപ്ഷൻ ഇല്ലെന്നുണ്ടോ അവർ എല്ലാം കഴിക്കാൻ തുടങ്ങി. എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫുഡ് എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. മുട്ട, ചിക്കൻ, ഇങ്ങനെയുള്ള മീനിൻ്റെ മുട്ട, ഇതൊക്കെ ആയിരുന്നു ഹൈലി റിച്ച് ഫുഡ് എന്ന് വേണം പറയാൻ. നെറ്റിൽ നോക്കിയ സമയത്തൊക്കെ ഇവർക്ക് കൊടുക്കേണ്ടത് കാർബ് കുറച്ചിട്ട്, ഇപ്പോഴത്തെ ജെൻസി ടൈപ്പിൽ കാർബ് കുറച്ചിട്ട് പ്രോട്ടീൻ ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഏറ്റവും ക്ലീൻ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കഴിക്കുന്നത് എന്താണോ അതൊക്കെയാണ്, ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പൊടിച്ചിട്ട് അത് ചൂടുവെള്ളത്തിലാക്കിയിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പം നല്ല സ്മാർട്ടായിട്ട് 3 പേരും എൻ്റെ തലയിലാണ് ബാക്കിയുള്ളത് തുടക്കുന്നത്. അപ്പം നല്ല സ്മാർട്ടായിട്ട് 3 പേര് ഇരിക്കുന്നുണ്ട്. ഒരു വാഷ്റൂം ഇവർക്ക് സ്വന്തമായി വിട്ടുകൊടുത്തിരിക്കുകയാണ്, പറന്ന് നടക്കട്ടെ എന്ന് കരുതിയിട്ട്. ബാൽക്കണിയിൽ വിടാൻ പറ്റില്ല, കാരണം അധികം പറക്കാനായിട്ടില്ല. അത്രയും ഉയരത്ത് പറക്കാനുള്ള ആ ഒരു കഴിവ് ഇപ്പം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ ആ വാഷ്റൂം പറന്നു നടന്നോട്ടെ എന്നുള്ള രീതിയിൽ അവർക്കൊരു റോഡൊക്കെ വെച്ച് സെറ്റാക്കി കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വിളക്കിൻ്റെ മേലെ കയറി നിന്നിട്ട് അവൻ നോക്കുന്ന ആ ഒരു നോട്ടം. അവനാണ് ഞാൻ പറഞ്ഞില്ല എല്ലാ സ്ഥലത്തും പറന്ന് നടക്കുന്നതും. ഇത് രണ്ടാമത്തെ ആളാണ്. അവൻ പറന്ന് നടക്കുന്ന കണ്ടിട്ട് രണ്ടാമത്തെ അവൾ അവിടെ പോയി നിന്നതാണ്. മൂത്തയാളെ കണ്ടോ, ഏറ്റവും മേലെയാണ് ഉണ്ടാവുക. ഉള്ളതിൽ വെച്ചിട്ട് ഇതിവരെ സ്വന്തം വാഷ്റൂമാണ്. 2 പേര് താഴെ നിൽക്കുകയാണ്. മൂപ്പര് രാവിലെ ഈ 2 പേരെയും രാവിലെ എഴുന്നേൽപ്പിച്ചുമ്പോഴേ എഴുന്നേൽക്കുള്ളൂ. അവൻ രാവിലെ ഒരു 7-6:30 ആകുമ്പോഴേക്കും, ഒരു 6:30 ആ ഒരു ടൈം എത്തുമ്പോഴേക്കും അവൻ പുറത്തെത്തിയിട്ടുണ്ടാവും. ഈ ബോക്സിൽ നിന്ന് പുറത്തെത്തിയിട്ടുണ്ടാവും. മറ്റു 2 പേരും ഞാൻ ഡോറ് തുറക്കുന്നതും കാത്തിട്ട് അതിൽ എത്ര സമയം വേണേലും ഇരുന്നോളും. അവിടെ ഇരുന്ന് ഞാൻ ഭക്ഷണം കൊടുത്തതിന് ശേഷമേ അവർ 2 പേരും പുറത്തേക്ക് ഇറങ്ങുള്ളൂ. വെള്ളം കുടിപ്പിക്കാൻ പഠിപ്പിച്ചു. ഒരാളെ പഠിപ്പിച്ചാൽ മതി. മൂത്തയാളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റു 2 പേരും അത് ഫോളോ ചെയ്തോളും. അത് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ആ വെള്ളം കുടിക്കുക എന്നുള്ള ആ ഒരു നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ ഇത്തിരി വെള്ളം കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് പോലെയാണ് ഇവരുടെ ആ ഒരു രീതി. കാരണം ഏറ്റവും ചെറിയ ആള് വെള്ളം കുടിക്കാൻ അറിയില്ലായിരുന്നു. അവന് ഭയങ്കര ഭയമായിരുന്നു. അവൻ വായി തുറന്ന് ആ വെള്ളത്തിൻ്റെ മുന്നിൽ അവിടെ നിൽക്കും. അപ്പോൾ നിന്ന് കഴിഞ്ഞാൽ അവൻ ധരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ ആരോ വായിലേക്ക് വെള്ളം കൊടുക്കും എന്നുള്ളതാണ്. അത് പിന്നെ ഈ 2 പേരും കുടിച്ച് കണ്ട് ശീലായതിനു ശേഷം അവനും കുടിക്കാൻ തുടങ്ങി. വാഷ്റൂമിൽ താഴെ ഒരു കുഞ്ഞ് റോഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലായിരുന്നു ഇവരുടെ ആ ഒരു പറക്കത്തിൻ്റെ ട്രെയിനിങ്. ഒരു ബക്കറ്റ് കമഴ്ത്തി വെച്ച് കൊടുത്തു. അതിൻ്റെ മേലെ ചെറിയൊരു റോഡ് വെച്ചു. അപ്പോൾ ആ റോഡിൻ്റെ മേലെ പറന്ന് നടന്നതിന് ശേഷമാണ് ഈ വലിയൊരു റോഡ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പം അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരുടെയും പറന്ന് നടക്കാനുള്ള ആ ഒരു ഇതുണ്ട്. കുഞ്ഞ് പറക്കാറില്ല. അവനെ എടുത്തിട്ട് ഈ റോഡുമ്പിൽ വെച്ചിട്ട് ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് അവിടെ തന്നെ നിൽക്കും. പിന്നെ ഒരു നിവൃത്തിയും എന്നുണ്ടെങ്കിൽ താഴേക്ക് പറന്നിട്ട് പോകും. മേലേക്ക് പറക്കില്ല, താഴേക്ക് പറന്നു പോകും. ഇവരിയ്ക്കുന്ന ഡോറിൻ്റെ ഹാൻഡിൽ പിടിക്കുമ്പോൾ തന്നെ അവർക്കറിയാം ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നേരെ ചുമലിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പായിരിക്കും. അടുത്ത വീഡിയോയോടുകൂടി ഞാനും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ജീവിതകഥ
തീരുകയാണ്. ആ വീഡിയോ ഒത്തിരി ബുദ്ധിമുട്ടുള്ളതും വിഷമമുള്ളതുമാണ്, മനസ്സിനെ പ്രയാസപ്പെടുത്തുന്നതാണ്. പക്ഷേ എങ്കിലും അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുകയാണ്.